ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് പെട്ടെന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 2 വിസിൽ വേവിച്ചെടുക്കുക. ഇനി ഒരു മൺചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 40 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 സവാളയും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഉള്ളിലേക്ക് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 4 തക്കാളി, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നിടം വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഞാൻ 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പുളിവെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. ചാറൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കണം. ചാറൊക്കെ നല്ലതുപോലെ സെറ്റായി, കറിയൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.